So discharge through trapezoidal notch, total discharge through trapezoidal notch capital Q ആണെങ്കിൽ discharge through trapezoidal notch capital Q will be equal to Q1 plus Q2. അതായത് Q1 എന്ന് പറയുന്നത് റെക്ടാങ്കുലർ പോർഷനിലൂടെയുള്ള ഡിസ്ചാർജും Q2 എന്ന് പറയുന്നത് ട്രയാങ്കുലർ പോർഷനിലൂടെയുള്ള ഡിസ്ചാർജും. അപ്പോൾ Q1 എത്രയായിരിക്കും? 2/3 CDL into root 2G into H raised to 3/2. That is 2/3 into 0.6 into 6, 0.6 into root of 2 into 9.81 into H raised to 3/2. H എത്രയാ? 0.3 raised to 3/2. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും? 0.175 meter cube per second. Q2 അപ്പോൾ അതുപോലെ എങ്ങനെ കണ്ടുപിടിക്കാം? Q2 will be equal to 8/15 CD 8/15 CD root 2G into tan theta by 2 H raised to 5/2. എത്ര വരും? 8/15 into 0.6 into root of 2 into 9.81 into tan theta by 2 എന്ന് പറയുന്നത് നമുക്ക് ജോമെട്രി വെച്ച് കണ്ടുപിടിക്കാം. 0.45 divided by 0.5 ആയിരിക്കും. tan theta by 2 എന്ന് പറയുന്നത് 0.45 divided by 0.5 ആയിരിക്കും. അപ്പോൾ tan theta by 2 എന്നുള്ളത് 0.45 by 0.5 എന്ന് കൊടുക്കാം. into 0.3 raised to 5/2. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. 8/15 CD root 2G tan theta by 2 H raised to 5/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.063 meter cube per second. Therefore Q is equal to Q1 plus Q2, that is 0.175 plus 0.063. എത്ര വരും? 0.238 meter cube per second. .238 meter cube per second. .238 meter cube per second. അതായത് ട്രപ്പിസോയിഡൽ നോച്ചിനെ നമ്മളൊരു റെക്ടാങ്കുലർ നോച്ചും ട്രയാങ്കുലർ നോച്ചും ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് പോർഷനിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിച്ച് അതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ ഡിസ്ചാർജ് ത്രൂ ട്രപ്പിസോയിഡൽ നോച്ച് കിട്ടും. എപ്പോഴും കറക്റ്റ് ആയിട്ട് ഫിഗർ വരയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന ഡേറ്റ് ആ ഫിഗറിലും കൂടെ മാർക്ക് ചെയ്യാം. Now next is velocity of approach. Velocity of approach. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻസിൽ ഒന്നും വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എല്ലാം ഉപയോഗിച്ചിരുന്നത്. ഒന്നിലും വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്നൊരു ടേം നമ്മൾ കൺസിഡർ ചെയ്തിരുന്നില്ല.
അങ്ങനെയുള്ള കേസിൽ ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ നോച്ച് ഇസ് കൺസിഡേർഡ് ആസ് ദ ഹൈറ്റ് ഓഫ് ഫ്രീ വാട്ടർ സർഫസ് അബവ് ദ സിൽ ഓർ ക്രസ്റ്റ് ഓഫ് ദ നോച്ച്. അതായത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിച്ച കേസുകളിലെല്ലാം നോച്ചിന്റെ മുകളിലുള്ള ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഹൈറ്റ് ഓഫ് ഫ്രീ വാട്ടർ സർഫസ് അബവ് ദ സിൽ ഓർ ക്രസ്റ്റ് ഓഫ് നോച്ച്. സില്ലിന്റെയോ ക്രസ്റ്റിന്റെയോ മുകളിലുള്ള ഹൈറ്റ് ഓഫ് വാട്ടർ തന്നെയാണ് ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ നോച്ച് ആയിട്ട് നമ്മൾ ഇത്രയും നേരം എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ആക്ച്വൽ കേസിൽ നോക്കുവാണെങ്കിൽ, ആക്ച്വൽ പ്രാക്ടീസിൽ നോക്കുവാണെങ്കിൽ the weir is provided across a river or stream and velocity of approach cannot be neglected. Is it clear? നമ്മൾ ആക്ച്വൽ കേസിൽ നോക്കുവാണെങ്കിൽ വിയർ എന്ന് പറയുന്നത് ഒരു റിവറിനോ സ്ട്രീമിനോ അക്രോസ് ആയിട്ടായിരിക്കും വെച്ചേക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ചിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വെലോസിറ്റി ഓഫ് അപ്രോച്ച് may be defined as velocity of approach may be defined as the velocity with which water approaches the notch before flowing over it. അതായത് ഒരു നോച്ചിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് വരുന്ന ഒരു വെലോസിറ്റി ഉണ്ട്, അതായത് നോച്ചിലോട്ട് എത്തുന്ന ഒരു വെലോസിറ്റി, അതിനെയാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. സോ എന്താണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്? Velocity of approach is defined as the velocity with which water approaches the notch before flowing over it. അതായത് നോച്ചിന്റെ മുകളിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ നോച്ചിലോട്ട് വാട്ടർ എത്തുന്ന ഒരു വെലോസിറ്റി ഉണ്ട്. അതിന്റെ മുകളിലൂടെ ഫ്ലോ ചെയ്യുന്നതിന് മുമ്പ് നോച്ചിലോട്ട് എത്തുന്ന വെലോസിറ്റി, അതായത് നോച്ചിനെ അപ്രോച്ച് ചെയ്യുന്ന വാട്ടറിന്റെ വെലോസിറ്റി, അതാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. പേരിൽ നിന്ന് തന്നെ നോച്ചിനെ അപ്രോച്ച് ചെയ്യുന്ന വാട്ടറിന്റെ വെലോസിറ്റി, അതാണ് നോച്ചിനെ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള വാട്ടറിന്റെ വെലോസിറ്റി ബിഫോർ ഫ്ലോയിങ് ഓവർ ദ നോച്ച്. വാട്ടർ നോച്ചിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി, അതിന്റെ മുകളിലൂടെ ഫ്ലോ ചെയ്യുന്നതിന് മുമ്പ് അത് അപ്രോച്ച് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ആൻഡ് ദിസ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് creates an additional velocity head and naturally the effective head of water over the notch changes. ഈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഉള്ളത് കാരണം ഒരു അഡീഷണൽ ഹെഡ് അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു അഡീഷണൽ ഹെഡ് ക്രിയേറ്റ് ആവുന്നത് കൊണ്ട് ഇഫക്റ്റീവ് ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ നോച്ച് മാറും. ഇഫക്റ്റീവ് ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ നോച്ച് മാറും. അപ്പോൾ ഇഫക്റ്റീവ് ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ നോച്ച് ഈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഉണ്ടാകുന്ന കാരണം മാറും. വെലോസിറ്റി ഓഫ് അപ്രോച്ച് VA ആണെങ്കിൽ വെലോസിറ്റി ഹെഡ് you created due to velocity of approach, അതിനെ നമ്മൾ HA എന്ന് റെപ്രസെന്റ് ചെയ്യും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് VA² / 2G ആയിരിക്കും. HA is equal to VA² / 2G. HA will be equal to VA² / 2G. നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ചും കൂടെ കൺസിഡർ ചെയ്ത് ഡിസ്ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം.
So velocity of approach consider ചെയ്തില്ലെങ്കിൽ discharge for the whole notch is determined by integrating the discharge through the elementary strip between limits 0 to h. അതായത് നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെയാണ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ എലിമെന്ററി സ്ട്രിപ്പിലൂടെയുള്ള ഡിസ്ചാർജ് എടുത്തിട്ട് അതിനെ നമ്മൾ 0 to h വരെ ഇന്റഗ്രേറ്റ് ചെയ്യും. 0 to h വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതുള്ള റിയറിലൂടെയുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ നോച്ചിലൂടെയുള്ള ഡിസ്ചാർജ് നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടാണ് ഈ നോച്ചിലൂടെയുള്ള മൊത്തം ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഏത് ലിമിറ്റ്സിന് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും? h മുതൽ h പ്ലസ് h വരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ലിമിറ്റ്സ് h to h പ്ലസ് h ആയിരിക്കും. സോ ആക്ച്വൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ റെക്ടാങ്കുലർ നോച്ച് ആണ് വരച്ചേക്കുന്നത്. സോ ആക്ച്വൽ ഡിസ്ചാർജ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ HA to h പ്ലസ് HA CD into L into root of 2GH into DH. അപ്പോൾ റെക്ടാങ്കുലർ നോച്ച് ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? അപ്പോൾ റെക്ടാങ്കുലർ നോച്ച് ആണെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് വിൽ ബി Q actual is equal to CD into 2/3 L into root of 2G into H plus HA raised to 3/2 minus HA raised to 3/2 എന്ന് വരും. ഇത് റെക്ടാങ്കുലർ നോച്ച് ആണെങ്കിൽ. ഇനി triangular notch ആണെങ്കിൽ Q actual will be equal to CD into 8/15 into root of 2G into tan theta by 2 into H plus HA raised to 5/2 minus HA raised to 5/2. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്ചാർജ് ത്രൂ ദ ചാനൽ divided by cross sectional area of channel. Discharge through the channel divided by cross sectional area of channel എടുക്കണം. വിയറിന്റെ അല്ല ചാനൽ എടുക്കണം. സോ ചാനലിലൂടെയുള്ള ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ചാനൽ എടുത്തു കഴിയുമ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടും. അപ്പോൾ വെലോസിറ്റി ഹെഡ് എങ്ങനെ കിട്ടും? ഡ്യൂ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച് HA is equal to VA² by 2G. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? അതായത് എലിമെന്ററി സ്ട്രിപ്പിലൂടെയുള്ള ഡിസ്ചാർജിനെ HA തൊട്ട് H plus HA വരെയുള്ള ലിമിറ്റ്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ റെക്ടാങ്കുലർ നോച്ച് ആണെങ്കിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് CD into 2/3 into L into root 2G into H plus HA raised to 3/2 minus HA raised to 3/2. അതുപോലെ ട്രയാങ്കുലർ നോച്ച് ആണെങ്കിൽ ഡിസ്ചാർജ് എത്ര വരും? CD into 8/15 into root 2G into tan theta by 2 into H plus HA raised to 5/2 minus HA raised to 5/2. And velocity of approach കണ്ടുപിടിക്കാൻ ചാനലിലൂടെയുള്ള ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ചാനൽ ചെയ്യണം. ഡിസ്ചാർജ് ത്രൂ ദ ചാനൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ചാനൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? വെലോസിറ്റി ഓഫ് അപ്രോച്ച് VA കിട്ടും. So now let us do a problem. Water is flowing in a rectangular channel of 1 meter wide and 0.75 meter deep. Find the discharge over a rectangular weir of crest length 60 cm if the head of water over the crest of weir is 20 cm.
and water from the channel flows over the weir. Take CD is equal to 0.62. Neglect end contractions. Take velocity of approach into consideration. അപ്പോൾ velocity of approach നെ കൺസിഡർ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചെയ്യും? തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം ഒന്ന് എടുത്ത് എഴുതാം. width of rectangular channel. അപ്പോൾ rectangular channel എടുക്കുക. ആദ്യം ചാനൽ കൺസിഡർ ചെയ്യുമ്പോൾ width എത്രയാണ്? 1 മീറ്റർ. ഡെപ്ത് 0.75 മീറ്റർ. ചാനൽ വിഡ്ത്ത് 1 മീറ്ററും ഡെപ്ത് 0.75 മീറ്റർ. ഇനി വിയർ എടുക്കുമ്പോൾ വിയർ കൺസിഡർ ചെയ്യാം. വിയർ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? വിയറിന്റെ ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ്. ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ്. വിയറിന്റെ ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ് 0.2 meter. CD 0.62. CD 0.62. അതുപോലെ പിന്നെ എന്താ തന്നിരിക്കുന്നത്? വിയറിന്റെ എന്ത് വേണം? വേറെ വിയറിന്റെ വിഡ്ത്ത് വേണം. വിയറിന്റെ വിഡ്ത്ത് 60 സെന്റിമീറ്റർ. വിയറിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 60 സെന്റിമീറ്റർ. or 0.6 meter. ഇവിടെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ അപ്പം വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വെലോസിറ്റി ഓഫ് അപ്രോച്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണമെങ്കിൽ അതിനു മുമ്പ് വെലോസിറ്റി ഓഫ് അപ്രോച്ചിന്റെ ഫോർമുല എന്താണ്? ഡിസ്ചാർജ് ത്രൂ ദ ചാനൽ ബൈ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ചാനൽ. ഈ ഡിസ്ചാർജ് ത്രൂ ദ ചാനൽ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ത്രൂ ദ വിയർ വിത്തൗട്ട് കൺസിഡറിംഗ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഡിസ്ചാർജ് ഓഫ് വാട്ടർ ത്രൂ ചാനൽ. ഡിസ്ചാർജ് ത്രൂ ചാനൽ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ത്രൂ ചാനൽ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ചാർജ് ഓവർ റെക്ടാങ്കുലർ വിയർ വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ലാതെ വിയറിലൂടെയുള്ള ഡിസ്ചാർജ് എത്രയാണോ അതായിരിക്കും ഡിസ്ചാർജ് ത്രൂ ചാനൽ. അതായിരിക്കും ഡിസ്ചാർജ് ത്രൂ ചാനൽ. അപ്പൊ ഇത് എത്ര വരും? That is CD into that is CD into CD into 2/3 into L into √2G into H raised to 3/2. CD into 2/3 L into H raised to 3/2. Substitute ചെയ്തേ. 0.62 into 2/3 into 0.6 into root of 2 into 9.81 into 0.2 raised to 3/2. അപ്പൊ എത്ര വരും? 0.0982 എന്ന് വരും. .0982 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എങ്ങനെ കിട്ടും? വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച് എത്ര വരും? ഡിസ്ചാർജ് ത്രൂ ചാനൽ ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ചാനൽ. അതായത് 0.0982 divided by 1 into 0.75.
0.0982 divided by 1 into 0.75. That is 0.131 meter per second. അപ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൊണ്ടുണ്ടാകുന്ന അഡീഷണൽ ഹെഡ് എത്ര വരും? VA square by 2G, that is 0.131 square by 2 into 9.81. That is 8.747. 8.747 into 10 raised to minus 4 meter. So discharge over wear considering velocity of approach എത്ര വരും? Q actual is equal to discharge over wear considering velocity of approach. Q actual is equal to CD into 2/3 L into root 2G into H plus HA raised to 3/2 minus HA raised to 3/2. H plus HA raised to 3/2 minus HA raised to 3/2. That is 0.62. എത്ര വരും? 0.62 into 2/3. 0.62 into 2/3 into 0.6 into root of 2 into 9.81 into 0.2 plus 8.747 into 10 raised to minus 4 the whole raised to 3/2 minus 8.747 into 10 raised to minus 4 the whole raised to 3/2. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ് ആക്ച്വൽ ഡിസ്ചാർജ് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ദാറ്റ് ഈസ് 0.0989 meter cube per second. 0.0989 meter cube per second. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡിസ്ചാർജ് ത്രൂ ദ ചാനൽ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെ റെക്ടാങ്കുലർ വിയറിലൂടെയുള്ള ഡിസ്ചാർജ് ആയിരിക്കും. ചാനലിലൂടെയുള്ള ഡിസ്ചാർജ് അത് കണ്ടുപിടിച്ചിട്ട് ചാനലിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടും. അത് കഴിഞ്ഞ് അഡീഷണൽ ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ് HA, which is VA square by 2G. അപ്പോൾ ഡിസ്ചാർജ് ഓവർ ദ വിയർ കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് CD into 2/3 L into root 2G into H plus HA raised to 3/2 minus HA raised to 3/2. That is 0.0989 meter cube per second എന്ന് കിട്ടും. താങ്ക് യു.